ഹലോ കൂട്ടുകാരെ, മഴത്തോര് മുംബൈ സീരിയലിൻ്റെ ഇനി വരാൻ പോകുന്ന കഥയാണ് കേട്ടോ പറയുന്നത്. അങ്ങനെ കുളത്തൂർ പുഴയിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ സമാധാനത്തോടെ പോവുകയായിരുന്നു അലീന. സ്റ്റാൻലി ആണെങ്കിൽ അലീന ആരാണെന്ന് സത്യം ഔതക്കുട്ടിച്ചായനോടല്ലാതെ മറ്റാരോടും പറഞ്ഞിട്ടില്ല. മുതലാളി ഒരു പെങ്കൊച്ചിനെയും കൊണ്ടുവന്ന് VIP ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നത് കണ്ട് വേലക്കാരെല്ലാം അതിശയിച്ചിരിക്കുകയാണ്. അലീനയാണെങ്കിൽ താൻ മുമ്പ് ഒരു അനാഥാലയത്തിലാണ് ജീവിച്ചതെന്നും ഒരു വീട്ടിൽ വേലക്കാരിയായി നിന്നിട്ടുണ്ടെന്നും അവരോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പെങ്കൊച്ച് ആരാണെന്ന് അറിയാനുള്ള ജിജ്ഞാസയിലാണ് ആൻ്റപ്പൻ ചേട്ടനും പൗലോസും ഡ്രൈവർ ബൈജു. ആൻ്റപ്പൻ ചേട്ടനാണെങ്കിൽ ഒരു തവണ അലീന ആരാണെന്ന് അറിയാൻ വേണ്ടി ഔതക്കുട്ടിച്ചായനോട് തന്നെ നേരിട്ട് ചോദിച്ചിട്ടുണ്ട്. അന്ന് ഔതക്കുട്ടിച്ചായൻ പറഞ്ഞത് സ്റ്റാൻലി പറയുമ്പോൾ അറിഞ്ഞാൽ മതിയെന്നാ. അതോടെ ആൻ്റപ്പൻ ചേട്ടൻ്റെ വായ അടഞ്ഞു. എന്നാൽ ബൈജു അങ്ങനെ വിടാൻ തയ്യാറല്ല. മുതലാളിയോട് എന്തായാലും നേരിട്ട് ചോദിക്കാൻ വയ്യ. അതുകൊണ്ട് തന്നെ അറിയിക്കേണ്ടവരെല്ലാം ബൈജു തന്നെ ഫോൺ വിളിച്ച് അറിയിച്ചിട്ടുണ്ട്. അവരെന്തായാലും ചോദിക്കാൻ വരുന്ന ബൈജുവിനറിയാം. എന്നാൽ ഈ വിവരം ആൻ്റപ്പൻ ചേട്ടനിൽ നിന്നും ബൈജു മറച്ചു വെച്ചു. ആൻ്റപ്പൻ ചേട്ടന് യജമാന ഭക്തി അല്പം കൂടുതലാണെന്ന് ബൈജുവിനറിയാം. അതുകൊണ്ട് തന്നെ ആൻ്റപ്പൻ ചേട്ടൻ അറിഞ്ഞാൽ അത് മുതലാളിയുടെ ചെവിയിലെത്താനുള്ള സാധ്യത കൂടുതലാണ്. നേരം വെളുത്തപ്പോൾ പൗലോസ് അടുക്കളയിൽ കയറി ബ്രേക്ക്ഫാസ്റ്റിനുള്ള വിഭവങ്ങൾ ഒരുക്കാൻ തുടങ്ങി. അവിടേക്ക് അലീന കയറി വരുന്നുണ്ട്. അടുക്കളയിൽ പല സാധനങ്ങളും ദുരുപയോഗം ചെയ്യുന്നത് കണ്ട് അലീനയ്ക്ക് വല്ലാത്ത അമർഷം തോന്നി. പഴങ്ങളും പച്ചക്കറികളും മാംസവും മത്സ്യവുമെല്ലാം ആവശ്യത്തിലധികമാണ് വാങ്ങിച്ചു കൂട്ടിയിരിക്കുന്നത്. മിച്ചം വരുന്ന പഴങ്ങളും പച്ചക്കറികളെല്ലാം വാടി നാശമായി പോവുകയാണ്. തക്കാളിയിലോ വഴുതനങ്ങയിലോ ചെറിയൊരു പുള്ളിക്കുത്ത് കണ്ടാൽ പോലും അത് വേസ്റ്റ് ബാസ്ക്കറ്റിലേക്ക് എറിയുകയാണ്. ആപ്പിളും ഓറഞ്ചും പോലുള്ള വില കൂടിയ പഴങ്ങൾ പോലും ചെറിയ കേടുകളോടെ ചവറ്റുകുട്ടയിൽ എറിയപ്പെടുന്നു. പിടിപ്പുകേടിൻ്റെയും കെടുകാര്യസ്ഥതയുടെയും ദൂർത്തിൻ്റെയും ഒരു വലിയ ശാലയാണ് ആ അടുക്കളയിൽ നിന്ന് അവൾക്ക് തോന്നി. 4-5 ദിവസമായി അവൾ ഇതെല്ലാം നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. വലിയ വില കൊടുത്ത് വാങ്ങുന്ന മീനുകളെ പൗലോസ് കൈകാര്യം ചെയ്യുന്ന രീതി അലീനയെ വല്ലാതെ രോഷം കൊള്ളിച്ചു. വലിയ മീനെടുത്ത് സ്ലാബിൽ വെച്ച് അതിൻ്റെ വാലും തലയും കളയുന്ന കൂട്ടത്തിൽ കുറെ മാംസഭാഗങ്ങളും പൗലോസ് വെട്ടിക്കളയുമായിരുന്നു. ചിക്കൻ കഷ്ണങ്ങളാക്കുമ്പോഴും ഇത് തന്നെയാണ് അവസ്ഥ. ആവശ്യത്തിൽ കൂടുതൽ ഭക്ഷണം ഉണ്ടാക്കും, എന്നിട്ട് ബാക്കി വരുന്നതെല്ലാം നേരെ കമ്പോസ്റ്റ് കുഴിയിലേക്കാണ് പോകുന്നത്. ഇതൊക്കെ കണ്ടിട്ട് അലീന ചോദിക്കുകയാണ്, ഇതെന്തിനാ ഇങ്ങനെ നശിപ്പിച്ച് കളയുന്നത്? ഇതൊക്കെ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചൂടെ? അപ്പോൾ പൗലോസ് പറയുന്നുണ്ട്, അത് ശരി, എന്നിട്ട് ആര് കഴിക്കാനാ കൊച്ചേ? കെണൽ സാബിനാണെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചതൊന്നും ഇഷ്ടമല്ല. അങ്ങനെയാണെങ്കിൽ പട്ടികൾക്ക് കൊടുത്തൂടെ? അതുങ്ങൾക്കുള്ള ഭക്ഷണമൊക്കെ വേറെയാ കൊച്ചേ. അപ്പം പിന്നെ ജോലിക്കാർക്ക് കഴിക്കാമല്ലോ. അതൊക്കെ പിന്നെ ചൂടാക്കിയെടുക്കണം, അതൊക്കെ മെനക്കെടാ കൊച്ചേ. അതല്ലാതെ തന്നെ ഇവിടെ ആവശ്യത്തിന് പണിയുണ്ട്. ഇത് കേട്ട് അലീന ചോദിക്കുന്നുണ്ട്, അത് ശരി, മുതലാളിക്കും 3-4 പണിക്കാർക്കും വെച്ച് വിളമ്പുന്നതാണോ ഇത്ര വലിയ ജോലി? അടിക്കാനും തുടയ്ക്കാനും പട്ടികളെ നോക്കാനൊക്കെ വേറെ ആൾക്കാരുണ്ടല്ലോ. പൗലോസ് അത് കേട്ട് അലീനയെ ഒന്ന് നോക്കി. എന്തിനാ കൊച്ചേ വേണ്ടാത്ത കാര്യത്തിലൊക്കെ തലയിടുന്നത്? ഇവിടെ ഇതെല്ലാം വർഷങ്ങളായിട്ട് ഇങ്ങനെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മുതലാളിക്ക് പരാതി ഉണ്ടോ എന്ന് നോക്കിയാൽ പോരെ ഞാൻ. ആ പറഞ്ഞ രീതി അലീനയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അത് പോരല്ലോ പൗലോസേട്ടാ. ഭക്ഷണം കിട്ടാതെ ഈ ലോകത്ത് എത്രയോ കുട്ടികൾ വിശന്നു മരിക്കുന്നു. എത്രയോ അനാഥാലയങ്ങളിൽ കുട്ടികളും വൃദ്ധരും ഒക്കെ ഭക്ഷണം കിട്ടാതെ വിഷമിക്കുന്നുണ്ട്. ദാ ഈ കിടക്കുന്ന വാടിയ ഉരുളക്കിഴങ്ങും സബോളയും പൗലോസേട്ട ഇനി ഉപയോഗിക്കുമോ? ഇല്ലല്ലോ. അങ്ങനെയായിരുന്നെങ്കിൽ പുതിയത് വാങ്ങിക്കത്തില്ലല്ലോ. ആവശ്യത്തിൽ കൂടുതൽ വാങ്ങിക്കുമ്പോഴാണല്ലോ പല സാധനങ്ങളും ഇങ്ങനെ കേടായി പോകുന്നത്. ഇങ്ങനെ കിലോ കണക്കിന് കളയാൻ എങ്ങനെ തോന്നുന്നു? പൗലോസേട്ടൻ്റെ സ്വന്തം വീടായിരുന്നെങ്കിൽ ഇങ്ങനെ ചെയ്യുമായിരുന്നോ? ഇവിടെ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായിന്നല്ലേ പൗലോസേട്ടൻ പറയുന്നത്. എന്നിട്ടും ഇവിടെ എത്രമാത്രം ഭക്ഷണം ഉണ്ടാക്കണമെന്ന് പൗലോസേട്ടൻ ഇതുവരെ അറിയില്ലേ? എന്തിനാ ഇങ്ങനെ ഓരോന്ന് ഉണ്ടാക്കി കൊണ്ടുപോയി കളയുന്നത്? ഇത് കേട്ട് പൗലോസേട്ടൻ അല്പം ദേഷ്യത്തിൽ തന്നെ പറയുന്നുണ്ട്, ദേ കൊച്ചേ, എന്നെ പഠിപ്പിക്കാൻ വരല്ലേ? പൗലോസ് ഈ പണി തുടങ്ങിയിട്ട് കാലം കുറേയായി. എന്നാ പൗലോസേട്ടൻ ഒരു കാര്യം കേട്ടോ, ഞാൻ ഈ വീട്ടിൽ തുടർന്ന് താമസിക്കുന്നുണ്ടെങ്കിൽ പൗലോസേട്ടൻ പല കാര്യങ്ങളും പഠിക്കേണ്ടി വരും. ഇങ്ങനെ ദൂർത്തടിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. അതിപ്പോൾ എന്ത് തന്നെയായാലും ഞാൻ സമ്മതിക്കത്തില്ല. അടുക്കളയിലെ ബഹളം കേട്ട് ഔതക്കുട്ടിച്ചായൻ അങ്ങോട്ട് വരുന്നുണ്ട്. എന്താ മോളെ, എന്തു പറ്റി? എന്താ ഇവിടെ ഒരു വാക്കുതർക്കം? ഒന്നുമില്ല വല്യപ്പച്ച, ആഹാര സാധനങ്ങൾ പാഴാക്കി കളയരുതെന്ന് ഞാൻ പൗലോസേട്ടനോട് പറയായിരുന്നു. ഇത് കേട്ട് ഔതക്കുട്ടിച്ചായൻ പറയുന്നുണ്ട്, ശോ, മോൾ ഇതിലൊന്നും ഇടപെടണ്ട, നമുക്ക് നമ്മുടെ കാര്യം നോക്കിയാൽ പോരെ മോളെ. ഇത് കേട്ട് അലീന പറയുന്നുണ്ട്, വല്യപ്പച്ച, ഭക്ഷണം എവിടെ കളയുന്ന കണ്ടാലും ഞാൻ അവിടെ ഇടപെടും. അതിപ്പോൾ പൗലോസേട്ടൻ്റെ മുതലാളി വേണ്ടെന്ന് പറഞ്ഞാലും ഞാൻ എതിർക്കും. കാരണം എനിക്കറിയാം ഈ ഭക്ഷണത്തിൻ്റെ വില. ആരെങ്കിലും ഭക്ഷണം ദാനം തരുന്നതും കാത്ത് അനാഥാലയത്തിൽ വിശന്നിരുന്നിട്ടുണ്ട് ഞാൻ. അന്നം ദൈവമാണെന്നാ ബ്രിജിതാമമ്മി ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത്. അലീനയുടെ ഈ വാക്കുകൾ കേട്ട് ഔതക്കുട്ടിച്ചായൻ ആകെ വല്ലാതെയായി. അനാഥാലയത്തെക്കുറിച്ചുള്ള പരാമർശം അയാളുടെ നെഞ്ചിൽ ഒരു മുള്ളു കുത്തിയിറക്കിയതുപോലെ തോന്നി. ഔതക്കുട്ടിച്ചായൻ പൗലോസേട്ടനോടായി പറഞ്ഞു, പൗലോസേ, നീ ഇതൊക്കെ ശ്രദ്ധിച്ചോളണം കേട്ടോ. എല്ലാം നോക്കിയും കണ്ടും വേണം ചെയ്യാൻ. അത്രയും പറഞ്ഞുകൊണ്ട് അലീനയെ വിളിച്ചുകൊണ്ട് ഔതക്കുട്ടിച്ചായൻ അടുക്കളയിൽ നിന്ന് പോയി.
മോൾ എന്തിനാ ഈ ഇടയ്ക്കിടയ്ക്ക് അനാഥാലയത്തിന്റെ കാര്യം പറയുന്നേ? ഇന്നലെയും ഇതുപോലെ ഏതാണ്ട് പറഞ്ഞു. നമ്മൾ അനാഥാലയത്തിലാണ് ജീവിച്ചെന്ന് എന്തിനാ മറ്റുള്ളവർ കേൾക്കലേ പറയുന്നേ? നമുക്കല്ലേ അതിന്റെ മോശം. ഈ അനാഥാലയത്തിന്റെ കാര്യമൊക്കെ മോൾ അങ്ങ് മറന്നു കളഞ്ഞേക്ക്. ഇനി നിനക്ക് ഒരു കുറവും വരാതെ ലാലിച്ചു നോക്കിക്കോളൂ. ഇത് കേട്ട് അലീന ഒരു നിമിഷം നിന്നുപോയി. അനാഥാലയങ്ങളുടെ കാര്യം മറന്നാ പിന്നെ ഞാനില്ല വല്യപ്പച്ച. കൈക്കുഞ്ഞായിരുന്നപ്പോൾ മുതൽ 23 വർഷക്കാലം ഞാൻ ജീവിച്ച വീടാ അത്. എൻ്റെ സ്വന്തം തറവാട്. അതിൻ്റെ മുറ്റത്താ ഞാൻ പിച്ച വെച്ച് നടന്നത്. അത് മറന്നിട്ടൊരു ജീവിതം എനിക്ക് വേണ്ട. അഗതി മന്ദിരത്തിൽ ജീവിച്ചവളാന്ന് ഞാൻ എവിടെയും പറയും. അതിലെനിക്കൊരു കുറച്ചിലുമില്ല. അവതക്കുട്ടിച്ചായന് അത് കേട്ടപ്പോൾ അല്പം വിഷമം തോന്നിയെങ്കിലും അതോടൊപ്പം അഭിമാനവും തോന്നി. ഉറച്ച നിലപാടുള്ളവളാണ് തൻ്റെ കൊച്ചുമകൾ. അവൾക്ക് അവളുടേതായ കാഴ്ചപ്പാടുണ്ട്. അതാർക്കു മുന്നിലും അവൾ അടിയറവ് വയ്ക്കില്ല. വീണ്ടും അയാൾ പറയുകയാണ്, മോളെ, ഞാൻ പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല. നമ്മുടെ വേലക്കാരുടെ മുമ്പിൽ വെച്ച് നമ്മൾ അങ്ങനെയൊക്കെ പറഞ്ഞാൽ അവര് നമ്മളെ തീരെ വില കുറച്ചേ കാണും. നമ്മളെ താഴ്ത്തിക്കെട്ടാൻ നമ്മൾ തന്നെ അവസരം കൊടുക്കണോ? അലീന പിന്നീട് തർക്കിക്കാൻ നിന്നില്ല. അവൾ മൗനമായി തന്നെ നിന്നു. അടുക്കളയിൽ ഈ സമയം പട്ടിയെ നോക്കുന്ന രാജപ്പനും ഡ്രൈവർ ബൈജുവും ഒത്തുകൂടിയിട്ടുണ്ടായിരുന്നു. പൗലോസേട്ടനാണെങ്കിൽ വല്ലാത്ത ദേഷ്യത്തിലാ. ഞാനേ ഈ പണി തുടങ്ങിയിട്ട് വർഷം 28 ആ എന്നെയാ ഒരു പീറപ്പെണ്ണ് പഠിപ്പിക്കാൻ വരുന്നത്. ഇത് കേട്ട് ബൈജു പറയാ, നല്ല രണ്ടെണ്ണം പറഞ്ഞു കൊടുക്കാൻ മേലായിരുന്നോ പൗലോസേട്ടാ? ഞാൻ പറഞ്ഞു, വല്ലതുണ്ടേലേ മുതലാളിയോട് ചെന്ന് പറയാൻ പറഞ്ഞു. എന്നെ വല്ലാതെ ഭരിക്കാൻ വരണ്ടാന്നും പറഞ്ഞു. അപ്പോൾ രാജപ്പൻ ചോദിക്കുക, അവസാനം അവൾ നമുക്ക് തന്നെ പാരയാവോ പൗലോസേട്ടാ? അതിന് മറുപടിയായി ബൈജു പറയുന്നുണ്ട്, അത് മിക്കവാറും സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതിനു മുമ്പ് നമുക്ക് അവൾക്കൊരു പാര വെച്ചു കൊടുത്താലോ? അപ്പൊ രാജപ്പൻ ചോദിക്കുക, മുതലാളിയുടെ ആരാന്നറിയാതെ എങ്ങനെയാ? പാര ബൂമറാങ് പോലെ നമുക്ക് നേരെ തിരിച്ചു വന്നാലോ? അപ്പൊ ബൈജു പറയുന്നുണ്ട്, ഞാൻ ആദ്യം വിചാരിച്ചത് മുതലാളി നേരം പോക്കിന് വേണ്ടി എങ്ങാട്ടൊന്നും ഒരുത്തിയെ കൊണ്ടുവന്നാ. ഇത് കേട്ട് രാജപ്പൻ പറയുന്നുണ്ട്, ഏയ് അങ്ങനത്തെ കേസൊന്നല്ലത്. ഞാൻ കഴിഞ്ഞ രാത്രി ജലക്കൂടി ഒളിഞ്ഞു നോക്കി. അവൾ ഒറ്റയ്ക്ക് കിടക്കുന്നേ. മുതലാളിയാണെങ്കിൽ മുതലാളിയുടെ മുറിയിൽ തന്നെയാണ് ഉറങ്ങുന്നേ. അങ്ങനത്തെ കേസായിരുന്നെങ്കിൽ മുതലാളിയുടെ അപ്പച്ചൻ വന്ന ഉടനെ ഓടിക്കായിരുന്നില്ലേ? ഇതൊന്നല്ല, വേറെ എന്തോ ആണ്. മുതലാളിയുടെ അപ്പച്ചനാണെങ്കിൽ മോളെ മോളേന്ന് വിളിച്ച് അവളുടെ പുറകെ തന്നെയുണ്ട്. അപ്പൊ ബൈജു പറയുന്നുണ്ട്, പൗലോസേട്ടൻ എന്തായാലും ഈ കേസ് വെറുതെ വിടരുത്. നമ്മൾ ആദ്യമേ തന്നെ ഒരു പരാതി കൊടുത്തിടുന്നതാണ് നല്ലത്. സ്റ്റാൻലി മോർണിംഗ് വാക്ക് കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോൾ പൗലോസ് അവിടെ നിൽപ്പുണ്ട്. ലക്ഷണം കണ്ടപ്പോഴേ സ്റ്റാൻലിക്ക് പരാതി മണത്തു. എന്താ പൗലോസേ? അല്ല, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ആ പറഞ്ഞോ. മുതലാളിക്ക് അറിയാലോ, ഞാൻ എത്ര വർഷമായി ഇവിടെ കുക്കായി നിൽക്കുന്നു. ആരും ഇന്നേ വരെ എൻ്റെ പാചകത്തെക്കുറിച്ച് ഒരു കുറ്റവും പറഞ്ഞിട്ടില്ല. മുതലാളി പോലും ഒരു കുറ്റം പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. അപ്പോൾ സ്റ്റാൻലി പറയുന്നുണ്ട്, ഇയാൾ കാര്യം പറയണോ? അത് പിന്നെ ആ പെങ്കുച്ചി ഇന്നലെ എന്നെ ഭരിക്കാൻ വന്നു മുതലാളി. ഞാനിവിടെ ജോലിക്ക് നിൽക്കുന്നത് ഇഷ്ടമല്ലെങ്കിൽ മുതലാളി ഒരു വാക്ക് പറഞ്ഞാൽ മതി, ഞാൻ അപ്പം തന്നെ പോയിക്കോളാം. അപ്പം സ്റ്റാൻലി ചോദിക്കുന്നുണ്ട്, അലീനയുടെ കാര്യമാണോ നീ പറയുന്നത്? അതേ എന്ന് പൗലോസ് പറയുന്നുണ്ട്. ആ കേൾക്കട്ടെ, അവൾ എങ്ങനെയാ നിന്നെ ഭരിക്കാൻ വന്നത്? മുതലാളിക്ക് അറിയാലോ, കേടായ പച്ചക്കറികളൊക്കെ നമ്മൾ എടുത്ത് കളയും. ചീഞ്ഞതും പുഴുവരിച്ചതും എന്തിനു കൊള്ളാം? വാടിയ ഉരുളക്കിഴങ്ങും സബോളയും മറ്റും ഞാൻ അവിടെ മാറ്റിയിട്ടിരുന്നു. അത് കണ്ടിട്ട് ഇത് കളയാനാണോ എന്ന് ചോദിച്ച് എൻ്റെ നേർക്കൊരു ചാട്ടം. മീനിൻ്റെ തല കളയാൻ പാടില്ല, വാല് കളയാൻ പാടില്ല, അങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ട്. ആ കൊച്ച് ഏതോ അനാഥാലയത്തിൽ ജീവിച്ച സമയത്ത് ഇതൊന്നും കളയത്തില്ലായിരുന്നു എന്ന്. അവിടെ അതൊക്കെ പറ്റും, അതുപോലെ ഇവിടെ നടക്കുമോ? സ്റ്റാൻലിക്ക് അത് കേട്ടപ്പോൾ ഒരല്പം നാണക്കേട് തോന്നി. അതുപോലെ തന്നെ ആഹാരം എന്തെങ്കിലും മിച്ചം വന്നാൽ അത് ജോലിക്കാർക്ക് കൊടുക്കണത്രേ. ഞാൻ ആദ്യമായിട്ട് കേൾക്കുക ഇങ്ങനെയൊക്കെ. അത് മാത്രമല്ല, പിടിച്ച് ചെലവാക്കിക്കോളാൻ ഒരു മുന്നറിയിപ്പും. അതായത് കുറഞ്ഞ വിലയുടെ സാധനങ്ങൾ കുറേശ്ശായി വാങ്ങിച്ചാൽ മതിയെന്ന്. അങ്ങനെയാണെങ്കിൽ എനിക്ക് വല്ല പിശുക്കൻ്റെയും വീട്ടിൽ പോയി നിന്നാൽ പോരെ? മുതലാളിയുടെ കുക്കായിട്ട് നിൽക്കണോ? അതുകൊണ്ട് മുതലാളി ഒന്നുകിൽ എന്നെ പിരിച്ചുവിടണം, അല്ലെങ്കിൽ ആ കൊച്ചിനോട് എൻ്റെ കാര്യത്തിൽ ഇടപെടരുതെന്ന് പറയണം. ഇത് കേട്ട് സ്റ്റാൻലി പറയുന്നുണ്ട്, നീ പൊക്ക പൗലോസേ, വേണ്ടത് എന്താന്ന് വെച്ചാൽ ഞാൻ ചെയ്തോളാം. അത് കേട്ടതും പൗലോസ് സന്തോഷത്തോടെ തിരിച്ചുപോയി. തുടർന്നുള്ള ഭാഗങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്